ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള തേർഡ് കേസ് ആണ്. ദാറ്റ് ഇസ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എം പോളിനോമിയൽ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് സെക്കൻഡ് സെമസ്റ്റർ 2015 അഡ്മിഷൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ ആണ്. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2015 സ്റ്റുഡൻസിന് പഠിക്കാനില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ഫോളോ ചെയ്യേണ്ട. 2015 സ്റ്റുഡൻസ് സപ്ലിമെന്ററി എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ എല്ലാ പ്രാവശ്യം ഇത് തന്നെ പറയുന്നത് അല്ലേ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ കേസാണ്. ഇഫ് ആർ ഓഫ് എക്സ് ഇസ് എക്സ് റേസ് ടു എം, പോളിനോമിയൽ ടേം വരുമ്പോൾ എക്സ് റേസ് ടു എം എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു എം മാത്രമല്ല ഒരു പോളിനോമിയൽ ആയിട്ട് എക്സ്പ്രഷൻ വരുന്ന സമയത്ത്, അപ്പോ എക്സ് റേസ് ടു എം എങ്ങനെയാണ് നമ്മൾ ആർ ഓഫ് എക്സ് വന്നാൽ കണ്ടുപിടിക്കാൻ നോക്കൂ. നിങ്ങൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എഴുതിയ പോലെ എഫ് ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നായിരിക്കും. ഇതിൽ തന്നെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എം ഫോമാറ്റിൽ വരുവാണെങ്കിൽ പി ഐ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആസ് യൂഷ്വൽ പി ഐയുടെ ഇക്വേഷൻ 1 by എഫ് ഓഫ് ഡി ഇൻറ്റു ആർ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 by എഫ് ഓഫ് ഡി ഇൻറ്റു എക്സ് റേസ് ടു എം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടി വരും. ഇവിടെ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, എക്സാമ്പിളിൽ ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലെ ഈ എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞ എക്സ്പ്രഷനിലെ ലോവസ്റ്റ് ഡിഗ്രി ടേം ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, അങ്ങനെ ഔട്ട്സൈഡ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷനെ ഒരു 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എഫ് ഓഫ് ഡി എന്നുള്ള ഒരു ഫോമാറ്റില്, എഫ് ഓഫ് ഡി എന്ന് പറയുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഈ എഫ് ഓഫ് ഡി തന്നെ ആവുന്നില്ല, വേറെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു 1 by എഫ് ഓഫ് ഡി ബാർ എന്നുള്ള ഫോമാറ്റില് നമുക്ക് എഴുതാൻ പറ്റണം. ആൻഡ് ഇറ്റ്സ് അങ്ങനെ ഡിനോമിനേറ്ററിൽ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഡി നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ നമ്മള് ഇപ്പൊ ഡിനോമിനേറ്റർ ആയിരിക്കുമല്ലോ ഈ എക്സ്പ്രഷൻ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1 മൈനസ് എഫ് ഓഫ് ഡി ആണെങ്കിൽ ഇപ്പൊ 1 മൈനസ് എഫ് ഓഫ് ഡി ഓൾ റേസ് ടു -1 വരും അല്ലെ. ഇനി ഇതില് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കുക. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 മൈനസ് എക്സ് ഓൾ റേസ് ടു -1 എന്ന് പറയുമ്പോൾ എന്താണ്, 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ ഡിയിലും ടേമുകളായിരിക്കും ഈ എക്സിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡി സ്ക്വയർ, ഡി ക്യൂബ്, ഡി റേസ് ടു 4 എന്നൊക്കെ പറഞ്ഞിങ്ങനെ എക്സ്പ്രഷൻസ് വരും. അത് ഇൻഫൈനൈറ്റ് സീരീസ് ആണ്, പക്ഷെ അത് അങ്ങനെ മൊത്തമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഏതുവരെ എഴുതാം, ഇതിനകത്ത് ഡിയുടെ പവർ ഈ എം ആയിട്ട് വരുന്ന അതുവരെ എഴുതിയാൽ മതി, അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. ഈ എം എക്സിന്റെ പവർ ഏതുവരെയാണോ വരുന്നത് അതുവരെയുള്ള ഡിയുടെ പവർ നിങ്ങൾ ഇവിടെ ഈ എക്സ്പാൻഷനിൽ എഴുതിയാൽ മതി. അതായത് ഇപ്പൊ എക്സ് സ്ക്വയർ ആണ് വരുന്നെങ്കിൽ നിങ്ങൾ ഏതുവരെ എക്സ്പാൻഡ് ചെയ്താൽ മതി, ഡി സ്ക്വയർ വരെ എക്സ്പാൻഡ് ചെയ്താൽ മതി. എക്സ് ക്യൂബ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ ഡി ക്യൂബ് വരെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു കേസ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പൊ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, എക്സ് റേസ് ടു എം വന്നു കഴിഞ്ഞാൽ 1 by എഫ് ഓഫ് ഡി എഴുതാം. ആ എഫ് ഓഫ് ഡിയിലെ ലീസ്റ്റ് പവർ അല്ലെങ്കിൽ ലോവസ്റ്റ് ഡിഗ്രി ടേം നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക. എന്നിട്ട് അതിന് ഒരു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ഡി എന്ന് എഴുതാൻ 1 പ്ലസ് അല്ലെങ്കിൽ 1 മൈനസ് എഫ് ഓഫ് ഡി എന്നത് 1 പ്ലസ് ഓർ 1 മൈനസ് അങ്ങനെ ആയിട്ട് എഴുതാൻ പറ്റണം. എന്നിട്ട് നമ്മൾ അതിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഹോൾ റേസ് ടു -1 -1 -2 -3 -n ഏത് വേണമെങ്കിലാവാം. അപ്പോ നമുക്ക് അതിന് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കാൻ പറ്റും. ആ ബൈനോമിയൽ എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിയുടെ പവർ ഏതുവരെ വരണം എന്നുള്ളത് ശ്രദ്ധിക്കാം. എക്സ് ക്യൂബ് ആണ് ഈ എക്സ്പ്രഷനിലെങ്കിൽ ഡി ക്യൂബ് വരെ, എക്സ് റേസ് ടു 4 ആണ് വരുന്നെങ്കിൽ ഡി റേസ് ടു 4 വരെ, എക്സ് റേസ് ടു 5 ആണ് വരുന്നെങ്കിൽ ഡി റേസ് ടു 5 വരെ ടേം കിട്ടുന്ന അത്രയും എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അത്ര എക്സ്പാൻഷൻസ് കൊടുത്തിട്ട് ആ എക്സ് റേസ് ടു 5 എക്സ് റേസ് ടു 4 ഒക്കെ ഈ ബ്രാക്കറ്റിനകത്തേക്ക്, ഈ ഡിയുടെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് മാറ്റുന്നത് മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവുക. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫൈൻഡ് പി ഐ ഫോർ ഡി സ്ക്വയർ മൈനസ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോ ഇതിനെ നമുക്ക് പി ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് മാറ്റാം. പി ഐ ഈക്വൽ ടു 1 by എഫ് ഓഫ് ഡി ഇൻറ്റു ആർ ഓഫ് എക്സ്. ഇവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ക്യൂബ് ആണ്. നൗ ഇറ്റ് ഇസ് 1 by ഡി സ്ക്വയർ മൈനസ് ഡി ഇൻറ്റു it is x cube അല്ലെ.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിലെ ലീസ്റ്റ് പവർ ടേം ഔട്ട് സൈഡ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ലീസ്റ്റ് പവർ ടേം ഔട്ട് സൈഡ് എടുത്തിട്ട് 1 പ്ലസ് എന്നോ 1 മൈനസ് എന്നോ, ആ 1ന്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കുക. +1 ആയിരിക്കണം. 1 മൈനസ് എന്നോ 1 പ്ലസ് എന്നോ എഴുതാൻ പറ്റണം. ഫോർ ദാറ്റ് നമുക്ക് ലീസ്റ്റ് പവർ ഡിയുടെ ടേം ഏതാണ് ഇവിടെ? ഡി ആണ് അല്ലെ? d⁻1 ആണ്. അപ്പൊ ഡി ആണ് നമ്മൾ ഔട്ട് സൈഡ് എടുക്കേണ്ടത്. പക്ഷെ ഡി ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ d-1 എന്നാണ് വരിക. നമുക്ക് 1 മൈനസ് അല്ലേ വേണ്ടത്? അപ്പൊ -d നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അതിനകത്ത് 1/-d ഇൻറ്റു -d ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം നെഗറ്റീവും ഈ ടേം പോസിറ്റീവ് ആവും അല്ലെ? ഈ ടേം എന്താവും? 1 ആവും. 1 ഇത് നെഗറ്റീവ് ആവും. -d² d പുറത്തു പോയി കഴിഞ്ഞാൽ d ആണ് വരിക ബാലൻസ് അല്ലെ? അപ്പൊ -d ഇൻറ്റു 1 - d ഇൻറ്റു x⁻³ എന്ന് വരും. ക്ലിയർ ആണ്? ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 1 - d എന്ന് പറയുന്ന സാധനത്തിനെ മുകളിലേക്ക് കൊണ്ടുപോകണം നമ്മൾ. അപ്പോഴും ഇവിടെ ഈ -1/d ഇവിടെ ഉണ്ടാവും, അതവിടെ ഇരുന്നോട്ടെ. ഇനി 1 - d (1 എന്ന് എഴുതാം, x³. ഓക്കെ, ഇനി 1 - d (1) ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അതിന്റെ കുറച്ച് ബൈനോമിയൽ എക്സ്പാൻഷൻ ഇക്വേഷൻസ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പറഞ്ഞുതരാം, അതൊന്ന് പഠിച്ചു വെക്കാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു -1/d ഇൻറ്റു 1 പ്ലസ് d പ്ലസ് d² പ്ലസ് d³ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഏതുവരെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? നമുക്ക് d³ വരെ എക്സ്പാൻഡ് ചെയ്താൽ മതി. ബിക്കോസ് നമുക്ക് ഇവിടെ x³ ആണുള്ളത്. അതിന്റെ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം എന്താ? d⁻⁴ of x³ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കും അല്ലെ? x³ നമുക്ക് തേർഡ് ഡെറിവേറ്റീവ് വരെ എടുക്കാൻ പറ്റുള്ളൂ. ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് x³ എന്താണ്? 0 ആണ്. ഓക്കെ, ശരിയല്ലേ? സംശയം ഉണ്ടോ? x³ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? 3x² ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? 6x. തേർഡ് ഡെറിവേറ്റീവ് എന്താ? 6. ഫോർത്ത് ഡെറിവേറ്റീവ് 0 അല്ലെ? ഫോർത്ത് ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പിന്നെ അതിന്റെ മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഏതുവരെ? d³ വരെ. ഇവിടെ x³ ആയതുകൊണ്ട് d³ വരെ. d³ പ്ലസ് എക്സെട്ര ഉണ്ടാവും, പക്ഷെ നമ്മൾ d³ വരെ എടുക്കുന്നുള്ളൂ. x³. ഇനി x³ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1/d ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x³ പ്ലസ് dx³ പ്ലസ് d² x³ പ്ലസ് d³ x³. ഓക്കെ, that is equal to -1/d into x³ plus dx³ പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് x³ x³ ഡെറിവേറ്റീവ് 3x² പ്ലസ് പിന്നെ d² x³ എന്ന് പറയുമ്പോൾ x³ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതല്ല ഇതിന്റെ ഡെറിവേറ്റീവ് അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ഈ 3x² ഡെറിവേറ്റീവ് എന്തായിരിക്കും വരിക? 6x പ്ലസ് d³ x³ എന്ന് പറയുമ്പോൾ 6x ഡെറിവേറ്റീവ് 6 അല്ലെ? അവിടെ അവസാനിപ്പിക്കാം നമുക്ക്. ഇനി ഫ്രണ്ടിൽ ഒരു -1/d ഉണ്ട്. നമുക്കറിയാം 1/d പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ ഇന്റഗ്രൽ x³ പ്ലസ് 3x² പ്ലസ് 6x പ്ലസ് 6 ഇൻറ്റു dx ഇന്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് അവിടെ ഫ്രണ്ടിലുണ്ട്. x⁴/4 പ്ലസ് 3x³ 3 പ്ലസ് 6x²/2 പ്ലസ് 6x. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ആൻസർ വരിക. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ക്യാൻസൽ ചെയ്യാനുള്ളത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് 3 എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. -x⁴/4 എല്ലാം മൈനസ് ആയിരിക്കും. അപ്പൊ ഞാൻ മൈനസ് ഫ്രണ്ടിൽ ഇടുന്നുണ്ട്. പ്ലസ് x³ പ്ലസ് 3x² പ്ലസ് 6x. ഇതാണ് ഇതിന്റെ PI വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പിലാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിയുടെ എക്സ്പ്രഷൻ f(d) എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അതിന് ലീസ്റ്റ് പവർ ടേം ഓഫ് d ഔട്ട് സൈഡ് എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് നിങ്ങൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കുറച്ച് ബൈനോമിയൽ എക്സ്പാൻഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് 1 - x⁻⁻1 എല്ലാ ടേമുകളും രണ്ടും മൈനസ് ആകുമ്പോൾ എല്ലാ ടേമുകളും പോസിറ്റീവ് ആയിരിക്കും. 1 + x + x² + x³ + x⁴ + x⁵ + എക്സെട്ര അങ്ങനെ വരും. 1 + x⁻⁻1 ആണ്. ഒന്ന് പ്ലസും മൈനസും ആണെങ്കിൽ ഇവിടെ പ്ലസും മുകളിൽ മൈനസും ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറും. 1 - x + x² - x³ പ്ലസ് 4x x⁴ - x⁵ അങ്ങനെ പോകും. ഇനി 1 - x⁻2 ആണെങ്കിലോ എന്താ വ്യത്യാസം വരിക? ഇതിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കിയാൽ മതി, മനസ്സിലാക്കിയാൽ നിങ്ങൾ. 1 + 2x + 3x² + 4x³ + എക്സെട്ര അങ്ങനെ പോകും. ഇനി ആ 1 + x⁻2 ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് സൈൻ മാറ്റിയിട്ട് 1 - 2x + 3x² - 4x³ + എക്സെട്ര അങ്ങനെ പോകും. ഇത് ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം. 1 + x⁻n 1 + x⁻n is
1 minus nx plus n into n plus 1 by 2 x square minus n into n plus 1 into n plus 2 by 6 x cube plus etc. അങ്ങനെ പോകും. അടുത്ത എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിന്റെ കൂടെ ഇത് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, മൈനസ് ആണെങ്കിൽ എല്ലാ ടൈമും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏകദേശം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇത് മതിയാവും. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ പി ഐ ഫോർ ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. d raised to 4 plus 2 d square plus 1 into y equal to x raised to 4. പി ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിക്കോളൂ. പി ഐ equal to 1 by f of d into x raised to 4. This is 1 by d raised to 4 plus 2 d square plus 1 into x raised to 4. ഇത് നോക്കുക നിങ്ങൾ. ഇത് suppose you will rewrite this into d square whole square plus 2d square plus 1 എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ x square plus 2x plus 1 എന്ന് കാണാൻ പറ്റുന്നില്ലേ? d square ആണ് ഇവിടുത്തെ വാരിയബിൾ. x square plus 2x plus 1 x square plus 2x plus 1 എന്ന് വെച്ചാൽ എന്താ? x plus 1 the whole square അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? d square plus 1 the whole square എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു ഫോമാറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് ഈക്വൽ ടു d square plus 1 the whole square. ക്ലിയർ? ഇതിനെ മൊത്തമായിട്ട് നമുക്ക് d square plus 1 the whole square എന്ന് എഴുതാം. x raised to 4. ഓക്കെ, ദെൻ ഇതിപ്പോ ഓൾറെഡി 1 plus d square അല്ലെങ്കിൽ 1 plus d എന്നുള്ള ഫോമാറ്റിൽ ആയിട്ടുണ്ട് അല്ലെ? അപ്പൊ പിന്നെ ഓൾ റേസ് ടു -2 ആണ്. അതിന് 2 ആണ്, അത് മുകളിലേക്ക് ഉണ്ടാവുമ്പോൾ -2 ആക്കി എഴുതിയാൽ മതി. pi is equal to 1 plus d square all raised to -2. ഞാൻ മുകളിലേക്ക് എടുത്തത് മൊത്തമായിട്ട് 1 plus എന്ന് എഴുതി into x raised to 4. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള 1 plus x all raised to -2ന്റെ എക്സ്പാൻഷൻ ആണ് എഴുതേണ്ടത്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. 1 plus x all raised to -2ന്റെ എക്സ്പാൻഷൻ എന്താ വരിക? 1 minus ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറും. 1 minus 2x plus 3x square minus 4x cube plus 5x raised to 4 plus etc. അങ്ങനെ വരും. കാരണം 5 ഇവിടെ എഴുതാൻ കാരണം x raised to 4 വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് 5 ഒക്കെ വേണ്ടി വന്നാലോ? x raised to d raised to 4ന്റെ ഓക്കെ x ആണ് കേട്ടോ. എക്സിന്റെ എക്സ്പ്രഷൻ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മൾ, ഈ എക്സ്പാൻഷൻ ആണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. Now pi is equal to 1 minus 2d square. ഇവിടെ x ആണ്, d square എന്ന് പറയുമ്പോൾ 2d square plus 3 into d square whole square. Okay, minus 4 into d square whole cube etc. അങ്ങനെ പോകും. പക്ഷെ നോക്കി നോക്കൂ നിങ്ങൾ, ഇവിടെ d raised to 4 വരെ മതിയാവും അല്ലെ? കാരണം x raised to 4 അല്ലേ ഉള്ളൂ. ഇത് d raised to 6 ആണ് വരിക. അപ്പൊ ഇതിന്റെ ഈ ടേമിന്റെ ആവശ്യമില്ലല്ലോ, ഇതുവരെ മതി നമുക്ക്. ക്ലിയർ? into x raised to 4. Now this is equal to 1 minus 2d square plus 3d raised to 4 into x raised to 4. ഇനി x raised to 4 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തോളൂ. x raised to 4 minus 2d square x raised to 4 plus 3d raised to 4 x raised to 4. Okay, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. x raised to 4 minus x raised to 4ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? നോക്കിക്കോളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് x raised to 4 എന്ന് പറയുമ്പോൾ 4x cube ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് x raised to 4 ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് 12x square. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് 2 into 12x square. ഓക്കെ, ഇനി അതിന്റെ തേർഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? 24x ആണ് വരിക അല്ലെ? ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് പറയുമ്പോൾ we'll get 24 only plus 3 into 24. Okay, now this is equal to x raised to 4 minus 24x square plus 12 6 72. Okay, ഇതാണ് ഇതിന്റെ പി ഐ കിട്ടുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. d cube plus d square plus d plus 1 into y equal to x square. As usual, PI equation, pi equal to 1 by f of d into x square. That is 1 by d cube plus d square plus d plus 1 into x square. Okay, ഇത് ഓൾറെഡി ഇപ്പൊ എന്ത് ഫോമുലാണ്? 1 പ്ലസ് എന്നുള്ള ഫോമുലാണ്. ഇനിയിപ്പോ അത് പ്രത്യേകിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി ബൈനോമിയൽ എക്സ്പാൻഷൻ എടുക്കാനായിട്ട്. അപ്പൊ 1 പ്ലസ്, ഞാൻ 1 പ്ലസ് ആദ്യം എഴുതി, d cube plus d square plus d, okay, into x square. Clear? All raised to -1 ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ 1
പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മൈനസ് സൈൻ വരുന്നതാണ്. അപ്പൊ 1 മൈനസ് ഡി അല്ലെ, 1 മൈനസ് എക്സ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ഡി ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഡി വരും. ഓക്കെ, ദെൻ അടുത്തതില് പ്ലസ് ഇതിന്റെ സ്ക്വയർ ആവുക. ഇതിന്റെ സ്ക്വയർ പറയുമ്പോൾ നോക്കുക, ഡി ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ പ്ലസ് ഡി ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ എക്സ് സ്ക്വയർ വരെ ഉള്ളൂ. അപ്പോ ഇവിടെ ഡി സ്ക്വയർ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അതോട് അവിടെ വെച്ച് നിർത്താം. പിന്നെ നമുക്കൊരു എക്സ്പ്രഷൻ അടുത്തത് വരുന്നത് ഇതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഡി സ്ക്വയർ വരുന്നത് മാക്സിമം ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തതിലൊന്നും ഡി സ്ക്വയർ ഉണ്ടാവില്ല. ഡി ക്യൂബ് ഡി റേസ് ടു 4 ഒക്കെയാണ് അടുത്തതിൽ ഉണ്ടാവുക. അപ്പൊ ഇത്രയും മതി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻറ്റു എക്സ് സ്ക്വയർ. ഓക്കെ, ദെൻ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ടേമുകൾ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള ടേമുകൾ, ഡി ക്യൂബ് വേണ്ട അല്ലെ, ഇവിടെ ഡി ക്യൂബ് ഡി സ്ക്വയർ അതിന്റെ ഒന്നും എക്സ്പാൻഷൻസ് വേണ്ട. അപ്പൊ ഞാൻ ആവശ്യമുള്ള ടേം മാത്രം എടുക്കുന്നു. 1 മൈനസ് ഡി ക്യൂബ് വേണ്ട, എന്ത് വേണം, ഡി സ്ക്വയർ വേണം, മൈനസ് ഡി വേണം. പിന്നെ ഇവിടുത്തെ ഡി ക്യൂബ് ഹോൾ സ്ക്വയർ വേണ്ട, ഡി സ്ക്വയർ വേണ്ട. ഇവിടുത്തെ ഒരു ഡി സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് പ്ലസ് ഡി സ്ക്വയർ ആയിരിക്കും. ഡി സ്ക്വയർ അത്രയും ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ നോക്കൂ നിങ്ങൾ, ഡി സ്ക്വയർ ക്യാൻസൽ ആയി പോകും അല്ലെ. നമുക്ക് 1 മൈനസ് ഡി ഇൻറ്റു എക്സ് സ്ക്വയർ മാത്രമാണ് പിന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ദെൻ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഡി എക്സ് സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 2x. ഇതാണ് ഇതിന്റെ പി ഐ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡി സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇതിപ്പോ ഒരു ടേം അല്ല, ഒരു 3 ടേമുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഹയസ്റ്റ് പവർ നിങ്ങൾ നോക്കിയാൽ മതി, എക്സ് സ്ക്വയർ. അപ്പൊ ഡി സ്ക്വയർ വരെ എക്സ്പാൻഷൻ നോക്കി എടുക്കണം. അപ്പൊ പി ഐ കണ്ടുപിടിക്കുക. പി ഐ ഈക്വൽ ടു 1 ബൈ എഫ് ഓഫ് ടി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡി സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് വരും. ദെൻ ഇവിടുന്ന് ഡി ഔട്ട് സൈഡ് എടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡി ഔട്ട് സൈഡ് എടുത്താൽ മതി. ഇവിടെ 1 ബൈ ഡി ഇൻറ്റു 1 പ്ലസ് ഡി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഇവിടുന്ന് ഡി ഔട്ട് സൈഡ് എടുത്തപ്പോൾ ഈ ഡി 1 ആയിട്ടുണ്ട്. ആ 1 ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഇവിടുത്തെ ഡി സ്ക്വയർ ഡി ആവും, അതോടെ ഉണ്ട്. ഇനി ഇത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം. 1 ബൈ ഡി ഇൻറ്റു 1 പ്ലസ് ഡി ഹോൾ റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. 1 ബൈ ഡി ഇൻറ്റു 1 മൈനസ് ഡി പ്ലസ് ഡി സ്ക്വയർ. ഡി സ്ക്വയർ വരെ മതിയാവും അല്ലെ, ഡി ക്യൂബ് ഒന്നും വേണ്ട, അവിടെ ക്യൂബിക് എക്സ്പ്രഷൻസ് ഇല്ല. അപ്പൊ ഇത്രയും മതി. ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ദിസ് ഇസ് 1 ബൈ ഡി ഇൻറ്റു 1 ഇൻറ്റു ഈ എക്സ്പ്രഷൻ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 2x, സോറി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് മൈനസ് ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് 1 ബൈ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതണം. മൈനസ് ഇവിടെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാവും. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 2x പ്ലസ് 2 കിട്ടും. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, 2. ക്ലിയർ? ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 2x മൈനസ് 2 പ്ലസ് 2. ദാറ്റ് ഇസ് മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ചെയ്യും. മൈനസ് 2x പ്ലസ് 2x ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് വരിക 1 ബൈ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നാണ്. ഇനി വാട്ട് ഇസ് 1 ബൈ ഡി? 1 ബൈ ഡി ഈസ് ഇന്റഗ്രൽ അല്ലെ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക. പി ഐ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 dx. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ്. ഇതാണ് ഇതിന്റെ പി ഐ നമുക്ക് കിട്ടുക. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡി സ്ക്വയർ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 dy ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പോളിനോമിയൽ, ഇതിനെ പോളിനോമിയൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ ഈ 1 നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ പോലെ e⁻0x എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പോളിനോമിയൽ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. e⁻0x എഴുതിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്നും തന്നെ ആയിരിക്കും. പക്ഷെ എന്തിനാണ് രണ്ട് ഒരു പി ഐ കണ്ടുപിടിക്കണം? ഒറ്റ കേസ് തന്നെ നമുക്ക് ചെയ്യാറോ. അപ്പൊ ഇതിനെ നോക്കുന്ന ഡി ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ ഡി സ്ക്വയർ പ്ലസ് 2d അല്ലെ ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ CF പ്ലസ് PI ആണ്. പിന്നെ CF കണ്ടുപിടിക്കാൻ ഓക്സിലറി ഇക്വേഷൻ നമുക്ക് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു
m square plus 2m equal to 0. m outside എടുത്താൽ m plus 2 equal to 0. m equal to 0 and m equal to minus 2. അല്ലെ, രണ്ട് ഡിസ്റ്റിങ്ക്ട് റൂട്ടുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ CF is equal to C1 e raised to m1x plus C2 e raised to m2x. That is C1 e raised to 0x plus C2 e raised to minus 2x. C1 plus C2 e raised to minus 2x എന്ന് വരും ഇവിടെ. അല്ലെ, then നമുക്ക് PI കണ്ടുപിടിക്കാം. PI is equal to 1 by f of d into x square plus 1. Now this is equal to 1 by d square plus 2d into x square plus 1. Okay, അപ്പൊ the least power term of d എന്താണ്? 2d ആണ് അല്ലെ. അപ്പൊ 2d നെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കണം. 1 by 2d into, അപ്പൊ ഈ ടേം 1 ആയി പോകും. പ്ലസ് ഇവിടെ d സ്ക്വയർ ആണുള്ളത്, നമ്മൾ ഔട്ട്സൈഡ് എടുത്തത് 2d ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, d സ്ക്വയർ ആണ് ഉണ്ടായിരുന്നത്, നമ്മൾ ഔട്ട്സൈഡ് എടുത്തത് 2d ആണ്. അപ്പൊ ഇറ്റ് ബിക്കംസ് d by 2. കറക്റ്റ് അല്ലേ? ഇവിടെ ഇല്ലാത്ത നമ്പർ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? താഴത്ത് എഴുതിയാൽ മതി അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2d plus d സ്ക്വയർ എന്നാവില്ലേ? ആവും. ഓക്കെ, നൗ ഇറ്റ് ഇസ് x സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്ക് ഇതിനെ മുകളിലേക്ക് ഉണ്ടാവും ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1 by 2d into 1 plus d by 2 all raised to minus 1 x square plus 1. Expand here 1 by 2d into 1 minus d by 2 plus d square by 4. Okay, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. d by 2 ആണ് ഇവിടുത്തെ x. അപ്പൊ 1 minus x plus x square വരും. അപ്പൊ d square d by 2 the whole square ആണ് ഇവിടെ വരിക. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ അടുത്ത ടേം ക്യൂബ് ഒന്നും വേണ്ട, കാരണം x square വരെയുള്ളൂ. x square plus 1 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോ we have PI equal to 1 by 2d into x square plus 1 into 1 x square plus 1 minus d by 2 into എന്താ വരുന്നത് x square plus 1 plus d square by 4 d square by 4 into x square plus 1. Okay, ഇത്രയും വരും. PI യുടെ ഫസ്റ്റ് പാർട്ട് is equal to 1 by 2d into x square plus 1 minus 1 by 2 into 2 അവിടെ കിടന്നോട്ടെ. d square ഡെറിവേറ്റീവ് ഓഫ് x square plus 1 ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഇറ്റ് ഇസ് 2x അല്ലെ. അപ്പോ ഇവിടെ അതുണ്ടാവും. പ്ലസ് 1 by 4 അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ 2x ന്റെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് d square of x plus 2 എന്ന് പറയുന്നത്. അപ്പൊ 2x ന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ആണ് അല്ലെ. Now this is equal to 1 by 2d into 2 cancel ആയി പോകും. It becomes 1 by 2 x square minus x 1 plus 1 by 2 വരും. It is 3 by 2 അല്ലെ. 3 by 2. ഇനി ഇതിനെ d 1 by d ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, this is equal to 1 by 2 into integral x square minus x plus 3 by 2 dx. Now this is equal to 1 by 2 into x square integral x cube by 3 minus x square by 2 plus 3 by 2 x. Okay, 1 by 2 വേണേ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും x cube by 6 minus x square by 4 plus 3x by 4 എന്ന് വരും. Okay, now this is our PI. Therefore the final solution is, general solution is y equal to CF plus PI. Now this is equal to C1 plus C2 e raised to minus 2x plus x cube by 6 minus x square by 4 plus 3x by 4. Okay, സിമ്പിൾ ആണ്. പക്ഷെ പല ആൾക്കാരും ഈ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മടിച്ച് ഇത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പെർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള കേസ് 3 ആണ്. അതായത് r of x എന്ന് പറയുന്ന എക്സ്പ്രഷൻ x raised to m എന്നുള്ള ഫോമാറ്റിൽ ഒരു പോളിനോമിയൽ ടൈപ്പ് വരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അതുപോലെ അതിൽ ബൈനോമിയൽ എക്സ്പാൻഷൻസ് ഒക്കെ കുറച്ച് കേസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി 2 മെത്തേഡും കൂടെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.